إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وإذ نجيناكم من آل فرعون يسومونكم سوء العذاب يذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم. ഏറെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന്, തഖ്വയുള്ളവരായി മാറണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ പവിത്രമായ മുഹറം മാസത്തിലാണ് നമ്മളുള്ളത്. അതിലേറെ പ്രാധാന്യമറിയിക്കുന്ന മുഹറം 9 ഒരു വെള്ളിയാഴ്ച ദിവസമാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പവിത്ര മാസത്തെ എല്ലാ പുണ്യങ്ങളും സ്വായത്തമാക്കി നന്മകൾ വർദ്ധിപ്പിച്ച് ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുഹറം 10 ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഏകാധിപതിയായ ഫിർഔനിൽ നിന്നും മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അനുയായികളെയും രക്ഷപ്പെടുത്തി വലിയ ഒരു വിജയം മുസ്ലിം ഉമ്മത്തിന് കൈവന്ന ഒരു ദിവസമാണ് യഥാർത്ഥത്തിൽ മുഹറം 10 എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്തു ബഖറയിലെ 49-ാമത്തെ ആയത്തിലൂടെ ഫിർഔനിൽ നിന്നും മൂസ അലൈഹിസ്സലാത്തു വസ്സലാം സമൂഹവും രക്ഷപ്പെട്ടതിനെ കുറിച്ച് പറയുന്നുണ്ട്. വഇദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔന, ഫറോവയിൽ നിന്ന്, അവരുടെ കൂട്ടാളികളിൽ നിന്ന് നാം താങ്കളെ രക്ഷപ്പെടുത്തിയ സന്ദർഭം താങ്കൾ ഓർക്കുക. യസൂമൂനകും സൂഅൽ അദാബ്, നിഷ്ഠൂരമായ കഠിനമായ മർദ്ദനങ്ങൾ അവർ താങ്കളിലും താങ്കളുടെ അനുയായികളിലുമൊക്കെ ബനൂ ഇസ്രായേൽ വംശത്തിലുമൊക്കെ ഏൽപ്പിച്ച സന്ദർഭം യുദബ്ബിഹൂന അബ്നാഅക്കും,
അവരിൽ ജനിക്കുന്ന ആൺകുട്ടികളെ കൊന്നൊടുക്കുന്ന ഒരു രീതി ഫിർഔൻ തുടർന്നു വന്നിരുന്നു. വയസ്തഹ്യൂന നിസാഅക്കും, അവരിലെ സ്ത്രീകളെ, പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുകയും ഒക്കെ ചെയ്ത സന്ദർഭം. വഫീ ദാലികും ബലാഉം മിർ റബ്ബിക്കും അദീം, അതികഠിനമായ പരീക്ഷണങ്ങൾ അവർക്ക് വന്നെത്തിയിരുന്ന സന്ദർഭത്തേക്ക് നീ ഓർക്കുക. അങ്ങനെ കഠിനമായ പീഡനങ്ങൾക്കും വളരെ ക്രൂരമായ ജീവിതാനുഭവങ്ങൾക്കും സാക്ഷിയായ ഫറോവയുടെ ആ സമൂഹത്തെ, പ്രത്യേകിച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ, അവരിൽ വിശ്വസിച്ച ജനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയ ഒരു ദിവസമാണ് യഥാർത്ഥത്തിൽ മുഹറം 10 എന്ന് പറയുന്നത്. അറബികൾക്കിടയിൽ, യഹൂദന്മാർക്കിടയിൽ, ജൂതന്മാർക്കിടയിൽ ഈ ദിവസത്തെ അവർ പ്രാധാന്യപൂർവ്വം കരുതുകയും യഹൂദന്മാർ ആ ദിവസത്തിൽ പ്രത്യേകമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയും വ്രതമനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സന്ദർഭത്തിൽ അവിടെയുള്ള മദീനത്തുള്ള യഹൂദന്മാർ മുഹറം 10 ദിവസം വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുകയും നോമ്പനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം കാണുകയുണ്ടായി. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്കിങ്ങനെ കാണാം: ഖദിമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ ഫറഅൽ യഹൂദ തസൂമു യൗമ ആശൂറ, അവിടുത്തെ യഹൂദന്മാർ ആശൂറ നോമ്പെടുക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഫഖാല മാ ഹാദാ, റസൂൽ ചോദിച്ചു, എന്താണ് അവർ ചെയ്യുന്നത്? ഖാലു, അന്ന് മുഅ്മിനീകൾ അവർക്ക് റസൂലുള്ളാഹിക്ക് മറുപടി കൊടുത്തു, ഹാദാ യൗമുൻ സാലിഹ്, ഇത് ഞങ്ങൾക്കിടയിൽ, അവർക്കിടയിൽ പ്രത്യേകിച്ചും ഒരു പുണ്യമുള്ള ദിവസമാണ്. എന്താണത് പുണ്യമാക്കപ്പെട്ടത്? ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനീ ഇസ്രായീല മിൻ അദുവ്വിഹിം ഫസാമഹു മൂസ, ബനൂ ഇസ്രായേൽ സമൂഹം അവരുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട, അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ് ഇത്. അതുകൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ വിജയത്തിൽ ആ ദിവസം അവർ നോമ്പെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഫഅന അഹഖു ബിമൂസ മിൻകും, നിങ്ങൾ ഈ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമുമായി ഏറ്റവും അടുത്തവൻ, അദ്ദേഹത്തോട് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നവൻ ഞാനാണ്. ഫസോമഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നോമ്പനുഷ്ഠിക്കുകയുണ്ടായി. വഅമറ ബിസിയാമിഹി, അനുയായികളോട്, മുഅ്മിനീങ്ങളോട് ആ നോമ്പ് നോൽക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാം, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ താസുവ മുഹറം 9 ഞാൻ നോമ്പനുഷ്ഠിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കൽപ്പനയും ഈ മാതൃകയും അനുസരിച്ചാണ് മുഹറം 9, 10 നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നത്. അധികാര ദുർവിനിയോഗം നടത്തിയ ഒരു ഭരണാധികാരി എന്ന നിലക്ക് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് മിസ്ർ, ഈജിപ്ത് ഭരിച്ച ഫിർഔൻ ചക്രവർത്തി അല്ലെ റംസിസ് രണ്ടാമനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഒരു തിന്മയുടെ വക്താവായിട്ടാണ്. ജീവിതത്തിൽ വലിയ നിലയ്ക്ക് കിബിർ കൊണ്ട് നടക്കുകയും ആളുകളെ ക്രൂരമായി ഭയപ്പെടുത്തുകയും കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു ഭരണാധികാരിയായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. എല്ലാ ഇത്തരത്തിൽ ഭരണം നടത്തുന്ന ഭരണാധികാരികൾക്കും ക്രൂരന്മാർക്കൊക്കെ അവരുടെ തിന്മകളെ സപ്പോർട്ട് ചെയ്യുന്ന, തിന്മകളെ സഹായിക്കുന്ന ഒരു കൂട്ടാളി ഉണ്ടാവും. ഫറോവക്കും അതുപോലെയുള്ള ഒരു കൂട്ടാളി ഉണ്ടായിരുന്നു. അതും ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. എല്ലാ അരുതായ്മകളുടെയും വലങ്കൈയായി നിന്ന ഹാമാൻ എന്ന ഒരു വ്യക്തിയെക്കുറിച്ച്, അയാൾക്ക് ഫറോവയുടെ ഭരണത്തിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹവും ഈ ക്രൂരതകൾക്കൊക്കെ ഫറോവയെ സഹായിച്ചു എന്ന്
ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അത്തരമൊരു സ്ഥലത്തേക്കാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ, ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല നിയോഗിക്കുന്നത്. ആ ക്രൂരമായ ഭരണാധികാരിയിൽ നിന്നും മോചിപ്പിച്ച ഒരു വിമോചകനാണ് യഥാർത്ഥത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്നത്. ആ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, ഒരു പ്രവാചകനെ നേരിട്ട് അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണവർ. ഒരു പ്രവാചകൻ നേരിട്ട് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. മാത്രമല്ല ഒരുപാട് മുഅ്ജിസത്തുകൾ, ഇത് മനുഷ്യന് കഴിയില്ല എന്ന് ബോധ്യപ്പെടാവുന്ന, ഒരു ദൈവത്തിന്റെ പടച്ചറപ്പിന്റെ സഹായമില്ലാതെ ഇത് ചെയ്യാൻ ഒരു മനുഷ്യന് കഴിയില്ല എന്ന് നേരിട്ട് ബോധ്യപ്പെടാൻ കഴിയുന്ന എത്രയോ മുഅ്ജിസത്തുകളുമായിട്ടാണ് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് മുമ്പിൽ വരുന്നത്. പക്ഷെ എന്നിട്ടും ബനൂ ഇസ്രായേലിയരിൽ മഹാഭൂരിപക്ഷം വരുന്ന സമൂഹം മൂസാ നബിയിലോ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിചയപ്പെടുത്തിയ അള്ളാഹുവിലോ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല എന്നതാണ്. പലർക്കും സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടിരുന്നു, പക്ഷെ അവർ വിശ്വസിച്ചില്ല. എന്തായിരുന്നു കാരണം? ഖുർആൻ അത് പറയുന്നുണ്ട്, ഫിർഔനെ അവർ ഭയപ്പെട്ടു എന്നാണ്. നമ്മളും പുതിയ കാലത്ത് പലപ്പോഴും സത്യമാണ് എന്ന് ബോധ്യപ്പെടുന്ന കാര്യങ്ങളുണ്ടാവും. പക്ഷെ പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ആ സത്യത്തിന്റെ കൂടെ നിൽക്കാതെ വരും. ഫറവോയുടെ സമൂഹത്തിന് സംഭവിച്ച ഒരു ദുരന്തമായാണ് ഖുർആൻ അത്തരം സ്വഭാവത്തെ പരിചയപ്പെടുത്തുന്നത്. വളരെ മോശമായ ഒരു പര്യവസാനം അവർക്ക് ഉണ്ടാകുമെന്ന് അള്ളാഹു താക്കീത് നൽകുന്നുമുണ്ട്. ഹക്കാണ് അവർ പറയുന്നത് എന്ന് ബോധ്യപ്പെടുക. എന്നിട്ട് നമ്മുടെ ചില സുഖങ്ങൾ നഷ്ടപ്പെടുമോ, നമുക്കുള്ള ചില അംഗീകാരങ്ങൾ നഷ്ടപ്പെടുമോ, നമ്മൾക്ക് നാട്ടിലുള്ള ചില പദവികൾ നഷ്ടപ്പെടുമോ, കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ നഷ്ടപ്പെടുമോ എന്നൊക്കെ വിചാരിച്ച് സത്യം തുറന്നു പറയാതിരിക്കുക, സത്യം മനസ്സിലായിട്ടും അതിന്റെ കൂടെ നിൽക്കാതിരിക്കുക. അത്തരം സമീപനങ്ങൾ ഫറോവയുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങൾക്കിപ്പുറം ഈ ആയത്തുകൾ നമ്മൾ പഠിക്കുമ്പോൾ അത്തരത്തിലുള്ള ദൂഷ്യ സ്വഭാവങ്ങളുടെ ഉടമകളാകാൻ മുസ്ലിങ്ങൾ പാടില്ല എന്നതാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഫറോവയെ ഭയപ്പെട്ടവർക്ക് എന്താ സംഭവിച്ചത്? ഫമാ ആമന ലി മൂസ ഇല്ലാ ദുരിയത്തും മിൻ ഖൗമിഹി അലാ ഖൗഫിൻ മിൻ ഫിർഔന വമലഇഹിം. ആ സമൂഹത്തിൽ നിന്ന് കുറച്ച് ചെറുപ്പക്കാർ, കുറച്ച് ആൾക്കാർ മാത്രമാണ് മൂസാ നബിയിൽ വിശ്വസിച്ചത് എന്നാണ്. അലാ ഖൗഫിൻ മിൻ ഫിർഔന വമലഇഹിം. ഫിർഔനെ അവർ ഭയപ്പെട്ടു, അവരുടെ കൂട്ടത്തിലെ ചില പ്രധാനികളെ, പ്രമാണിമാരെ അവർ ഭയപ്പെട്ടു. അയ്യഫ്തിനഹും, അവരിൽ നിന്നുള്ള കുഴപ്പങ്ങൾ, പീഡനങ്ങൾ, മർദ്ദനങ്ങൾ അവർ ഭയപ്പെട്ടു എന്നാണ്. അത് കാരണം അവർ വിശ്വസിച്ചില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ മഹലിന്റെ ഭീഷണി ഭയന്ന്, മയ്യത്ത് കബറടക്കാൻ പറ്റാത്ത സാഹചര്യം ഭയന്ന്, പെൺകുട്ടികളെ കെട്ടിക്കുന്ന സന്ദർഭത്തിൽ ഒരു നിക്കാഹിനുള്ള സാഹചര്യം ഒരുങ്ങൂല എന്ന് ഭയന്ന്, അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഭയപ്പെട്ട് യഥാർത്ഥത്തിലുള്ള ഹക്കിനെ വിസ്മരിച്ച് തനിക്ക് ലഭിക്കുന്ന പരിഗണനയും പരിലാളനയും അംഗീകാരവും ഒക്കെ നഷ്ടപ്പെടുമെന്ന് ഭയന്ന് സത്യത്തെ മൂടിവെച്ചും മറച്ചുവെച്ചും സത്യം മനസ്സിലാക്കിയിട്ടും അങ്ങനെ തിന്മകളോടൊപ്പം പോകേണ്ടി വരുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാം ഖുർആൻ അതിനെ വളരെ മോശമായ ഒരു സാഹചര്യമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഫിർഔനും അവരുടെ പ്രധാനികളും കാട്ടിക്കൂട്ടി ഒരുപാട് ക്രൂരതകൾ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വഇന്ന ഫിർഔന ലആലിൻ ഫിൽ അർള് എന്നാണ്. ഭൂമിയിൽ ഇല്ലാത്ത ഔന്നിത്യം നടിച്ചു. ഒരു മനുഷ്യരെ എടുക്കാൻ പറ്റുന്ന ഒരു ഔന്നിത്യത്തിന്റെ ഒരു തലമുണ്ട് മനുഷ്യനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം. അതിനപ്പുറം ദൈവീകമായ പരിവേഷം നൽകുന്നു. ഞാനാണ് ഇലാഹ് എന്ന് പ്രഖ്യാപിക്കുന്നു. നിങ്ങളൊക്കെ എന്റെ ചൊൽപ്പടിയിലാണ് ജീവിക്കേണ്ടത് എന്ന് നിർബന്ധിക്കുന്നു. എല്ലാ നിലക്കും എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്റെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ അധികാരമോ അവകാശമോ ഇല്ല എന്ന് ഒരു സമൂഹത്തെ പഠിപ്പിച്ചെടുക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം വളർന്നത്. വൈനകുലമിനൽ മുസ്ലിഫീൻ, ഭൂമിയിൽ ഔന്നിത്യം നടിച്ചതോടൊപ്പം അയാൾ അതിരുവിട്ട് പ്രവർത്തിച്ചിരിക്കുന്നു, നാട്ടിൽ ഫസാദുണ്ടാക്കിയിരിക്കുന്നു എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഫസാദിനെ ഒരു ഇസ്ലാമിക സമൂഹത്തിൽ ഇഷ്ടപ്പെടുന്നില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരിയൊരു കുഴപ്പം ഒരു വ്യക്തി ഉണ്ടാക്കുന്നത് പോലും ദീന് അനുവദിക്കാത്ത കാര്യമാണ്.
നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു ഫസാദും ദുനിയാവിൽ നമ്മൾ ഉണ്ടാക്കുന്നില്ല, ഭൂമിയിൽ നമ്മൾ ഉണ്ടാക്കുന്നില്ല എന്ന് ഒരു മുഅ്മിൻ എന്ന നിലയ്ക്ക് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഫറോവയുടെ ചരിത്രം, അദ്ദേഹത്തിന്റെ പ്രധാന വാദം എന്തായിരുന്നു? ഫഖാല അന റബ്ബുക്കുമുൽ അഅല എന്നായിരുന്നു. ഞാനാണ് റബ്ബ് എന്നാണ്, ഞാനാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് എന്നാണ്. എത്രത്തോളം നിങ്ങളുടെ താഴ്ഭാഗത്തുകൂടെ ഒഴുകിപ്പോകുന്ന നദിയും പുഴകളൊക്കെ അത് എന്റെ കാലിനടിയിലൂടെയാണ് ഇങ്ങനെ ഒഴുകിപ്പോകുന്നത്, എന്റെ ചൊൽപ്പടിയിലാണ് അത് ഒഴുകുന്നത്. വേണ്ടി വന്നാൽ അത് ഒഴുകാതിരിക്കാനുള്ള കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എന്നെ അനുസരിക്കുക, എനിക്ക് കീഴ്പ്പെടുക, എനിക്ക് ഇബാദത്ത് ചെയ്യുക. പൂജവും നൈവേദ്യവും അതുപോലെയുള്ള എല്ലാ വിധത്തിലുള്ള അഭിവാദ അർപ്പണങ്ങളൊക്കെ അർപ്പണങ്ങളൊക്കെ എന്റെ മുമ്പിലാണ് ചെയ്യേണ്ടത് എന്ന് ഫറോവ വാദിക്കാൻ. ആരാണ് റബ്ബ്? ഞാനാണ് റബ്ബ് എന്ന് പറയാൻ. മടവൂർ ഔലിയയെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ വാദമുണ്ട്. ആരാണ് റബ്ബുൽ ആലമീൻ? മടവൂർ മക്കാമിലുള്ള ഔലിയാണ് റബ്ബുൽ ആലമീൻ എന്ന് ചില ആളുകൾ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നോക്കും, എന്തിനാണ് പ്രബോധന ദൗത്യവുമായി വന്നത്? ഫറോവ വാദിച്ചു, അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും ഉന്നതനായ റബ്ബ് എന്ന് ഫിർഔൻ വാദിച്ചു. ഈ റബ്ബ് ഞാനാണ് എന്ന് വാദിക്കാൻ അത്രമേൽ ഗുരുതരമായ ഒരു ആരോപണം അള്ളാഹുവിന്റെ പേരിൽ അദ്ദേഹം വാദിച്ചെടുക്കാൻ. അതേ വാദം ഓരോ കാലഘട്ടത്തിലും ഉയർന്നു വന്നതായി നമുക്ക് കാണാൻ കഴിയും. മുസ്ലിം സമുദായത്തിന്റെ പേരിൽ റബ്ബുൽ ആലമീൻ ലോകത്ത് നിയന്ത്രിക്കുന്നത് മടവൂർ ഔലിയാണ് എന്ന് പറയുന്ന ഒരു വാദം നമ്മുടെ നാട്ടിൽ ഉയർന്നു വരികയാണ്. ഇത് സത്യമല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടും പല ആളുകളും അതിനെ പിന്താങ്ങുന്നു. എന്താണ് പ്രശ്നം? അതിനെ എതിർത്താൽ മഹലിൽ നിന്ന് പുറത്താവുമെന്ന് ഭയപ്പെടുകയാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. അത്തരം സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നു. ചില ആളുകൾ അത് വാദിക്കുന്നു എന്ന് നമുക്ക് വിടാം. പക്ഷേ ചില പണ്ഡിതന്മാർ ആളുകളെ വഴിപിഴപ്പിക്കുകകൂടി ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. ഫിർഔന്റെ മറ്റൊരു കുഴപ്പം എന്തായിരുന്നു? ഫിർഔന്റെ മറ്റൊരു കുഴപ്പം ഖുർആൻ പറഞ്ഞു, വഅളല്ല ഫിർഔനു ഖൗമഹു വമാ ഹദാ. അദ്ദേഹത്തിന്റെ നാട്ടിലെ ജനങ്ങളെ അദ്ദേഹം വഴിപിഴപ്പിച്ചു എന്നാണ്, ഹക്കിൽ നിന്ന് തിരിച്ചുവിട്ടു എന്നാണ്. വമാ ഹദാ, അദ്ദേഹമാണെങ്കിലോ നന്മയുടെ നേർമാർഗത്തിൽ വന്നതുമില്ല എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ ഓരോ കാലഘട്ടം മുന്നോട്ട് പോകുമ്പോഴും ഇത്തരത്തിലുള്ള ഫറോവമാരുടെ അധികാരത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന പ്രവണതകൾ വരും. ഫാസിസം, അതിന്റെ ഒരുപാട് തലങ്ങൾ എടുത്തു നോക്കിയാൽ ഫിർഔൻ കാട്ടിക്കൂട്ടിയ ഒരുപാട് പ്രവർത്തനങ്ങളെ നമുക്ക് താരതമ്യപ്പെടുത്താൻ കഴിയും. അതോടൊപ്പം തന്നെ വിശ്വാസ തലങ്ങളിൽ ഞാൻ തന്നെയാണ് ദൈവമെന്ന് വാദിക്കുന്ന തരത്തിലേക്ക് ആളുകൾ വഴിമാറും. ഭയപ്പാടോടുകൂടി ആളുകൾ സത്യത്തെ തമസ്കരിക്കും. സുഖങ്ങൾ, സൗകര്യങ്ങൾ, സ്വാർത്ഥ നേട്ടങ്ങൾക്കൊക്കെ വേണ്ടി അള്ളാഹുവിന്റെ ഈ യഥാർത്ഥത്തിലുള്ള ഉലൂഹിയത്തിനെ ആളുകൾ മറച്ചുവെക്കും. എന്നിട്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് പുറകെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് ഖുർആൻ നമുക്ക് താക്കീത് നൽകുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസരംഗം, ഹക്കിനോടുള്ള നമ്മുടെ പ്രതിബദ്ധത, സ്വഭാവ ദൂഷ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മുഅ്മിനിന്റെ ഒരു ജാഗ്രത ഒക്കെ ഫിർഔനിന്റെയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഒക്കെ ചരിത്രം ഒരു മുഹറം മാസത്തിൽ മുഹറം 10-നോടനുബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ശരിക്കും ഉൾക്കൊള്ളേണ്ടതുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്ത് ബോധ്യപ്പെട്ട അവിടുത്തെ മായാജാലക്കാർ ഒന്നടങ്കം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ചു, കൂട്ടത്തോടെ വിശ്വസിച്ചു. വടി നിലത്തിട്ടപ്പോൾ പാമ്പായി മാറുന്ന ആ സംഗതി അവർ കയറി നിലത്തിട്ടപ്പോഴും പാമ്പാണ് എന്ന് തോന്നിപ്പിച്ചു. പക്ഷെ അതൊരു പകിട്ടാണ് എന്നും ഒരു തോന്നലുണ്ടാക്കുന്ന ചെറിയൊരു സാഹചര്യമാണ് എന്നും അവർക്കറിയാമായിരുന്നു. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വടി നിലത്തിട്ടപ്പോ അതൊരു പാമ്പായി മാറുകയും ഈ കയറുകളൊക്കെ അത് വിഴുങ്ങുകയും ചെയ്തതിന് അവർ സാക്ഷ്യം വഹിച്ചു. ആ ആളുകളൊന്നായി വിശ്വസിച്ചു. ഫിർഔൻ വലിയ തോതിൽ പ്രകോപിതനായി ശിക്ഷയുടെ ഭീഷണി മാറ്റി. പക്ഷെ ആ ഭീഷണികളെയൊക്കെ വിശ്വാസത്തിന്റെ ദൃഢത കൊണ്ട് അവർ മറികടന്നു എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ആ വടി നിലത്തിട്ടു. അവിടെ പകിട്ടുകൾ കാണിച്ചുകൊണ്ടിരുന്ന ആ പാമ്പുകളെയൊക്കെ അത് വിഴുങ്ങി. ആ മായാജാലം കാണിച്ചിരുന്ന ആളുകളൊക്കെ അവരൊക്കെ അല്ലാഹുവിൽ വിശ്വസിച്ചവിടെ സുജൂദിൽ വീഴുകയുണ്ടായി.
ഞങ്ങളിത് ലോക രക്ഷിതാവായ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. റബ്ബുൽ ആലമീൻ എന്നാണ്. ആ റബ്ബുൽ ആലമീനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. റബ്ബി മൂസ വ ഹാറൂൻ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമും പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയാൻ ഫറോവ ചൂടായി, പ്രകോപിതനായി. ഞാൻ സമ്മതം തരാതെ നിങ്ങൾ മൂസയെ വിശ്വസിക്കൂ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഈ മിസ്ർ മൊത്തം എന്റെ കാലിൻ ചുവട്ടിലാണ്, എന്റെ അധികാരപരിധിയിലാണ്. അവിടെ എന്തെങ്കിലും അത് ചെയ്യണമെങ്കിൽ എന്റെ അനുവാദം വേണം എന്ന നിലക്കുള്ള തിട്ടൂരം മുന്നോട്ട് വെക്കാൻ ചില ഭരണാധികാരികളുണ്ടാവും. ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി, ഞാൻ പറഞ്ഞതേ കേൾക്കാവൂ, വേറൊരു അഭിപ്രായം ഇവിടെ പരിഗണിക്കുന്നതല്ല. ജനാധിപത്യ രാജ്യത്ത് പോലും അത്തരത്തിലുള്ള പ്രവണതകൾ കൂടി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തുമൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെ, ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളെ, മറ്റുള്ള ജനാധിപത്യ അവകാശങ്ങളെ, മത അഭിപ്രായങ്ങളെയൊക്കെ വിലങ്ങിടുന്നതും പൂച്ചുവിലടങ്ങുന്നതുമായ സന്ദർഭത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഒരുതരം ഫറോവിയൻ ഒരു സമീപനം നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടു വരികയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല ഫിറോൻ പറഞ്ഞു, ലൗ ഖത്തിഅന്ന അയ്ദിയകും വഅർജുലകും മിൻ ഖിലാഫിൻ വഉസല്ലിബന്നകും വലഉസല്ലിബന്നകും അജ്മഈൻ എന്നാണ്. നിങ്ങളെങ്ങാനും മൂസയോടൊപ്പം നിന്നാൽ, സത്യത്തോടൊപ്പം നിന്നാൽ, അവന്റെ വാചകക്കത്തരത്തിനോടൊപ്പം നിന്നാൽ നിങ്ങൾക്ക് വലിയ ശിക്ഷ നേരിടേണ്ടി വരും. നിങ്ങളെ കയ്യും കാലും വിപരീത ദിശയിൽ നിങ്ങൾക്ക് മുറിച്ചു മാറ്റി ഞാൻ നിങ്ങളെ ശിക്ഷിക്കും, നിങ്ങളെ ഞാൻ കുരിശിൽ തറക്കുമെന്നൊക്കെ ഫിറോൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നമ്മൾ നോക്കൂ, ഞങ്ങൾ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ അവർക്കുണ്ടായ കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ. അവരെന്താണ് മറുപടി പറഞ്ഞത്? ഞങ്ങൾ വിശ്വസിച്ച അല്ലാഹു ഞങ്ങളെ സംരക്ഷിച്ചുകൊള്ളുമെന്നാണ്, അവൻ ഞങ്ങൾക്ക് പുറത്തു തരുമെന്നാണ്, നാളെ പരലോകത്ത് നമ്മളൊക്കെ ഒന്നിച്ച് കണ്ടുമുട്ടേണ്ട സന്ദർഭങ്ങൾ വരുമെന്നാണ്. ഫിർഔനോട് മറുപടി പറയാനുള്ള ധൈര്യം അവർ ഈമാൻ കൊണ്ട് സംഭരിച്ചെടുത്തു എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. ആ മുഅ്ജിസത്തുകൾക്ക് അവർക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയും. വടി നിലത്തെടുപ്പോൾ പാമ്പായതിനെ അവർ നേരിട്ട് കണ്ടു. കൈ കക്ഷത്ത് വെച്ചപ്പോൾ അത് പുറത്തെടുത്തപ്പോൾ പ്രകാശിക്കുന്നതായി അവർക്ക് ബോധ്യപ്പെട്ടു. സമുദ്രത്തിൽ വടി കൊണ്ടടിച്ചപ്പോ ആ സമുദ്രം രണ്ടായി പിളർന്നു നിൽക്കുന്നതിനെ അവർ സാക്ഷ്യം വഹിച്ചു. അവർക്ക് ഈമാൻ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ ആ സമൂഹത്തെ അല്ലാഹു തആല വലിയ തോതിൽ പരീക്ഷണങ്ങൾ കൊണ്ട് മൂടിയെന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു തആല അവർക്ക് കൊടുത്തു എന്ന് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരിക്കൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി, അവർക്ക് വലിയ കൃഷിനാശമുണ്ടായി, സാമ്പത്തിക മാന്ദ്യമുണ്ടായി, വെട്ടുകിളിയുടെ വലിയ പരീക്ഷണങ്ങൾ അവർ നേരിടേണ്ടി വന്നു. അവർക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ രക്തത്തിന്റെ വർണ്ണമുള്ളതായി അല്ലാഹു തആല പരീക്ഷിച്ചു. ഇങ്ങനെ നിരന്തരമായ പരീക്ഷണങ്ങൾ. അതുപോലെ തന്നെ ഒരു ഭാഗത്ത് വലിയ നിഅമത്തുകൾ അല്ലാഹു തആല ചൊരിയുകയും ചെയ്ത ഒരു സമൂഹമാണ് ബനൂ ഇസ്രായേൽ സമൂഹം എന്ന് പറയുന്നത്. സൂചിപ്പിക്കുന്നത് എന്നിട്ടും അല്ലാഹുവിനെ ബോധ്യപ്പെടാത്ത ഒരുപാട് ആളുകൾ അവർക്കിടയിൽ ഉണ്ടായി എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സത്യത്തെ നിഷേധിച്ചവർ, ധിക്കരിച്ചവർ, അല്ലാഹുവിനെ തള്ളിപ്പറഞ്ഞവർ, അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടും അത് മനസ്സിലാക്കാതെ നന്ദി കാണിക്കാത്തവർ, പരീക്ഷണങ്ങൾ ക്ഷമിക്കാതെ അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളിൽ അതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയാത്ത ആളുകൾക്ക് വലിയ ശിക്ഷയുണ്ട് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. ഖുർആൻ പറഞ്ഞു, ഫന്തഖംനാ മിൻഹും ഫഅഗ്റഖനാഹും ഫിൽ യമ്മി ബിഅന്നഹും കസ്സബൂ ബിആയാതിനാ വകാനൂ അൻഹാ ഗാഫിലീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്തതിലൊക്കെ പ്രതിക്രിയ നടപ്പിലാക്കുകയുണ്ടായി. അവരെ ആ സമുദ്രത്തിൽ അല്ലാഹു മുക്കിക്കളഞ്ഞു. എന്താ കാരണം? ബിഅന്നഹും കസ്സബൂ ബിആയാതിനാ, അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, ആയത്തുകളെ കളവാക്കി എന്നതാണ്. വകാനൂ അൻഹാ ഗാഫിലീൻ എന്നാണ്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ, കൽപ്പനകളെ, ആയത്തുകളെ, അല്ലാഹുവിന്റെ താല്പര്യങ്ങളെ അവർ അശ്രദ്ധയിലാക്കി എന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ നമ്മളോട് കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ കുറെ കാര്യങ്ങൾ നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. അതിനെയൊക്കെ നമ്മൾ വിസ്മരിച്ചാൽ, അതിനോടൊക്കെ ഒരുതരം അശ്രദ്ധ കാണിച്ചാൽ, അതിനെ നിഷേധിച്ചാൽ, അതൊന്നും ഞാൻ നിർവഹിക്കേണ്ടതില്ല എന്ന നിലയ്ക്ക് നമ്മൾ അശ്രദ്ധമായി ജീവിച്ചാൽ അല്ലാഹുവിന്റെ പ്രതികാര നടപടിക്ക്, ശിക്ഷാ നടപടികൾക്ക് നമ്മളും വിധേയമാകുമെന്ന് ഫറോവയുടെ ചരിത്രം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ പ്രിയപ്പെട്ടവരെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ആ സമുദ്രത്തിൽ മുക്കി നശിപ്പിക്കപ്പെടുകയും അവർ അന്ന് അനുഭവിച്ചിരുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും
കൊട്ടാര സമാനമായ ജീവിത സൗകര്യങ്ങൾ, വലിയ കൃഷിയിടങ്ങൾ, വലിയ തോട്ടങ്ങൾ, അരുവികൾ, അവർ സമ്പാദിച്ചു കൂട്ടിയെല്ലാം അവർക്ക് വിട്ടേച്ചു പോകേണ്ടി വന്നു എന്ന് ഖുർആൻ പറയാണ്. അതിനൊക്കെ പുതിയ അനന്തരാവകാശികൾ ഉണ്ടായി എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അവർ വെട്ടിപ്പിടിച്ചുണ്ടാക്കിയതും അതുപോലെ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതുമൊക്കെ ആസ്വദിക്കാൻ അവർക്ക് കഴിയാതെയായി. അതിന്റെയൊക്കെ പുതിയ അനന്തരാവകാശികളെ നാം ഉണ്ടാക്കി കൊടുത്തു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അള്ളാഹുവിന്റെ ഖുദ്റത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അള്ളാഹുവിന്റെ കഴിവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അത് നമ്മൾ കണക്കും കൂട്ടുന്നതിനപ്പുറത്താണ്. ഏതൊരു പരീക്ഷണത്തെയും അള്ളാഹുവിന്റെ സഹായം കൊണ്ട് നമുക്ക് മറികടക്കാൻ കഴിയും. അള്ളാഹുവിന്റെ രക്ഷയും സഹായവും ഉണ്ടായാൽ ഏത് കഠിനമായ പരീക്ഷണങ്ങളും നമുക്ക് മറികടക്കാൻ കഴിയും. ഏത് പ്രതിസന്ധികളിലും നമുക്ക് വിജയം നേടാൻ കഴിയുമെന്നത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ വിജയത്തിന്റെ ചരിത്രമാണ് യഥാർത്ഥത്തിൽ മുഹറം 10 ഓർമ്മ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബത്തിന്റെ ഓർമ്മകളാണ് യഥാർത്ഥത്തിൽ ബലിപെരുന്നാൾ എന്ന് പറയുന്നത്, ബലികർമ്മം എന്ന് പറയുന്നത്. അതുപോലെ മുഹറം 10 നമ്മൾ ഓർക്കുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അദ്ദേഹത്തിന്റെ അനുചരന്മാരുടെ വിജയത്തിന്റെ ചരിത്രം നമ്മൾ ഓർക്കുകയും നമുക്ക് അതോടൊപ്പം ചെയ്യാനുള്ളത് മുഹറത്തിലെ 9ഉം 10ന്റെയും നോമ്പെടുക്കുക എന്നുള്ളതാണ്. മുഹറം 9ഉം 10ഉം ഇപ്പോ പുതിയ കാലത്ത് നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ ഒക്കെ അതിപ്രസരം കാരണം പലതരത്തിലുള്ള ചർച്ചകളൊക്കെ കടന്നു വരുന്നൊരു സന്ദർഭമാണ്. ഇന്ന് മുഹറം 9ഉം നാളെ 10ഉമായി കണക്കാക്കിയ ആളുകളുണ്ടാവും. അത് ശാസ്ത്രീയമായ കണക്കനുസരിച്ചും പ്രമാണത്തിന്റെ പിൻബലം അനുസരിച്ചൊക്കെയാണ് ആളുകൾ ഇന്ന് 9ഉം നാളെ 10ഉം ഒക്കെയായി കണക്കാക്കുന്നത്. എന്നാൽ നമുക്കിടയിൽ തന്നെ എല്ലാ മാസവും മാസം കാണണമെന്നും അതുപോലെ തന്നെ മാസത്തിന്റെ കണക്ക് കാഴ്ച അനുസരിച്ച് ഉള്ള ആളുകൾക്ക് ഇന്ന് 9 ആയിട്ടില്ല. അത്തരത്തിൽ നോമ്പെടുക്കുന്ന ആളുകളുണ്ട്. 2 വീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ അത് സംഭവിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഭാവിയിലൊക്കെ ഇതിലൊക്കെ ഒരു ഏകീകരണം ഇൻഷാ അല്ലാഹ് സാധ്യമായേക്കാം. യഥാർത്ഥത്തിൽ ഇത് രണ്ടും തെറ്റാണ് എന്നോ അല്ലെങ്കിൽ പൂർണ്ണമായി തെറ്റാണ് എന്നോ പറയാനുള്ള ഒരു തെളിവും നമുക്കില്ല. രണ്ടിനെയും ഉൾക്കൊള്ളുകയും രണ്ടിനെയും അംഗീകരിക്കുകയും പ്രമാണവും കാഴ്ചയും ശാസ്ത്രത്തിന്റെ കണക്കും കലണ്ടറും ഒക്കെ ചേർത്ത് വെച്ചുള്ള ഏറ്റവും നല്ല ഒരു തീരുമാനവും സമീപനവും മുസ്ലിം ഉമ്മത്തിന് ഉണ്ടാകേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ അത് ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് നോമ്പ് തുടങ്ങാത്ത ആളുകളുണ്ടാവും. അവർക്ക് നാളെയോ മറ്റന്നാളോ ഒക്കെയായി 9ഉം 10ഉമായി അത് സ്വീകരിക്കാവുന്നതാണ്. അതൊരു തെറ്റോ കുറ്റമായി കാണേണ്ടതില്ല. പലപ്പോഴും ഈ ഇതിലൊക്കെയുള്ള വിശാലതയുള്ള ഇത്തരം വിഷയങ്ങളിൽ പരസ്പരം തർക്കിച്ചും അതുപോലെ തന്നെ നോമ്പെടുക്കാതെയും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയും കക്ഷിത്വം വർദ്ധിപ്പിച്ചുമൊക്കെ ആളുകൾ ഈ പവിത്രമായ ഒരു മാസത്തെ അനാദരിക്കുന്നത് പലപ്പോഴും കാണാറുണ്ട്. അത്തരത്തിലുള്ള സമീപനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ അല്ലാഹുവിനുള്ള ഇബാദത്തുകൾ ചെയ്ത് മുന്നോട്ട് പോവുക. മുഹറം 10 എന്ന് പറയുന്നത് യുകഫിറു സനത്തൽ മാദിയ, നമ്മുടെ കഴിഞ്ഞ കാലത്ത് സംഭവിച്ചു പോയ പോരായ്മകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്നുള്ള വലിയ പ്രതിഫലമുള്ള ഒരു നോമ്പാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 9 നോമ്പെടുക്കുമെന്ന് പറഞ്ഞത് അവിടുത്തെ യഹൂദന്മാരോട് ഉള്ള ഒരു വിയോജിപ്പ് കൂടി രേഖപ്പെടുത്താനാണ്, അവരിൽ നിന്ന് വ്യത്യസ്തനാവുക എന്നതുകൂടിയാണ് എന്നൊക്കെ ഹദീസുകളിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് എന്നുള്ള ചില റിവായത്തുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. 9ഉം 10ഓ അതല്ലെങ്കിൽ 10ഓ 11ഓ നിങ്ങൾ നോമ്പനുഷ്ഠിക്കൂ എന്ന റിവായത്തുകളൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ആ നിലയ്ക്ക് നമ്മൾ ആ ദൗത്യം നമ്മൾ നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മുഹറം മാസത്തിന്റെ പവിത്രത ഉൾക്കൊണ്ട് അതിൽ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ച പാഠങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നതാണ് നമുക്ക് നിർവഹിക്കാനുള്ള ദൗത്യമെന്ന് പറയുന്നത്. അതിന് നമ്മൾ ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ വെള്ളിയാഴ്ച ചാമപ്പറമ്പുള്ള നമ്മുടെ ഒരു സഹോദരന് വേണ്ടി നമ്മളൊരു കളക്ഷൻ എടുത്തിരുന്നു. അൽഹംദുലില്ലാഹ് നമുക്ക് മോശമല്ലാത്ത നല്ലൊരു കളക്ഷൻ എടുത്തു കൊടുക്കാൻ സാധിച്ചു. 58,000 രൂപ
നമ്മുടെ പള്ളിയിൽ നിന്നും നമുക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച സ്വരൂപിച്ച് നൽകാൻ സാധിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സ്വാലിഹായ കർമ്മം നമ്മളിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് അല്ലാഹു അത് സ്വീകരിക്കുകയും ഒമ്പിച്ച പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ആ സഹോദരന്റെ ചികിത്സക്ക് ആ പണം ഉപയോഗപ്പെടുകയും അതുപോലെ തന്നെ എല്ലാ പ്രയാസങ്ങളില്ലാതെ അത് പരിഹരിക്കപ്പെടുകയും ചെയ്യുമാറാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ആ കുടുംബവും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും നമ്മളോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചിട്ടുണ്ട്. അത് നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മൾ നിങ്ങളൊക്കെ കാണിച്ച ആ മഹാമനസ്സിന് പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യണം. അല്ലാഹു നമ്മുടെയൊക്കെ വിഷമങ്ങൾ ദൂരീകരിക്കുകയും നമ്മുടെ നല്ല ഉദ്ദേശങ്ങളെ സഫലീകരിക്കുകയും ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ നമസ്കാരങ്ങളൊക്കെ പലപ്പോഴും സൂക്ഷ്മത കുറവ് സംഭവിക്കുന്നു. നമ്മുടെ വുളു പലപ്പോഴും തിരക്ക് പിടിച്ചു വരുമ്പോൾ പൂർത്തിയാകാതെ പോകുന്നു. പലരും വുളു എടുക്കുന്നതൊക്കെ കുറച്ച് സമയമെടുത്ത് നമ്മുടെ അവയവങ്ങളൊക്കെ വൃത്തിയായി കഴുകി എന്ന് ഉറപ്പുവരുത്തി അതിൻ്റെ ഷർപ്പൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ വുളു നഷ്ടപ്പെട്ട നമ്മുടെ നിസ്കാരം സ്വീകരിക്കില്ലല്ലോ. വുളു വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കാൻ കാരണമാവും. അതുപോലെ തന്നെ നമസ്കാരത്തിലേക്ക് വരുമ്പോഴൊക്കെ നമ്മുടെ വേഷം, അതുപോലെ അതിലേക്ക് വരുന്ന വരവൊക്കെ തന്നെ അതൊക്കെ ഒരു അച്ചടക്കവും ഒരു ഭക്തിയും ഒക്കെ ഉള്ളതാക്കി നമ്മൾ സ്വയം പരിശീലിക്കേണ്ടതുണ്ട്. പള്ളിയാകുമ്പോൾ പ്രത്യേകിച്ചും പള്ളി ഒരു സമാധാനം കിട്ടുന്ന സ്ഥലമാകണം, ശാന്തമായ ഒരു ഇടാകണം. നമസ്കരിക്കുന്നവർക്ക് അതൊരു കോൺസെൻട്രേഷൻ, ഒരു ഭക്തി കിട്ടണം. പലപ്പോഴും നമ്മുടെ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയി നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരോടുള്ള സംസാരം അല്ലെങ്കിൽ എന്തെങ്കിലും നാട്ടുവർത്താനൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ ഇടപെട്ടു പോകും. അതൊക്കെ നമ്മൾ ഈ പ്രത്യേകിച്ച് അകട്ടപ്പള്ളിയിൽ നമുക്കത് കുറച്ചുകൂടി സൂക്ഷ്മത വരുത്തിയാൽ നന്നാകുമെന്ന് അഭിപ്രായപ്പെടുകയാണ്. പലരും നമസ്കരിക്കുന്നവർ നമസ്കാര ശേഷം സുന്നത്തൊക്കെ നിസ്കരിക്കുന്നുണ്ടാവും. നമ്മൾ നേരത്തെ സുന്നത്തൊക്കെ നിസ്കരിച്ച് ആളുകളൊക്കെ കണ്ട് സംസാരിക്കുമ്പോൾ അതൊരു ശല്യമായി മാറുന്നുണ്ട് എന്ന് പലരും പരിഭവപ്പെടുന്നുണ്ട്. യാത്രക്കാരൊക്കെ പ്രത്യേകിച്ചും നമ്മുടെ പള്ളിയിൽ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മളറിയാതെ സംഭവിച്ചു പോകുന്നതാണ്. അത് ഇല്ലാതിരിക്കാൻ ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. പള്ളിയിൽ ഒരു അദബ് നമ്മൾ കാണിക്കണം. അത് അള്ളാഹുവിൻ്റെ ഒരു വീടാണ്. പ്രത്യേകിച്ച് പുതിയ കാലത്താണ് നമ്മളൊക്കെ ഈ മൊബൈൽ ഫോണൊക്കെ ആയിട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ജമാഅത്തുകളിൽ ജുമയ്ക്കൊക്കെ പള്ളിക്ക് വരുമ്പം തന്നെ നമ്മളത് സ്വിച്ച് ഓഫ് ചെയ്യുകയോ അത് ഫ്ലൈറ്റ് മോഡിലിടുകയോ സൈലന്റ് മോഡിലാക്കുകയോ ചെയ്യുക എന്നുള്ളത് നമ്മൾ ശീലമായി വരണം. എന്നാൽ പുതിയൊരു സാധനം നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. നമ്മൾ അശ്രദ്ധമായി പോയാൽ നമസ്കാരത്തിനിടയിലൊക്കെ അത് ബെല്ലടിച്ചാൽ എല്ലാവരും നിസ്കാരവും ആകെ തശ്വീശാവും. ഉറപ്പല്ലേ? നമ്മളിങ്ങനെ ഒരു ശ്രദ്ധിച്ചും പാരായണം ശ്രദ്ധിച്ചും പഠിച്ചോണം പ്രാർത്ഥിച്ചും ദിക്റും ദുആയൊക്കെ ചെയ്ത് ഇങ്ങനെ വരുന്ന സമയത്തായിരിക്കും ഏതെങ്കിലുമൊക്കെ സിനിമാ പാട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മ്യൂസിക്കോ ആകെ വലിയ ശബ്ദത്തിൽ പള്ളിയിൽ നിന്ന് അടിക്കണത്. അപ്പം അത് മൊത്തത്തിൽ ആളുകളുടെ നിസ്കാരത്തെ ബാധിക്കും. നമ്മൾ പള്ളിയിൽ കയറുമ്പോൾ അത് പിന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നാവും. പ്രത്യേകിച്ച് നിസ്കാരം തുടങ്ങുമ്പോൾ നമ്മളത് ഓഫാക്കിയെന്നോ സൈലന്റ് മോഡിലിട്ടോന്ന് ഉറപ്പുവരുത്താം. ഓഫാക്കലാണ് നമ്മുടെ നിസ്കാരം തന്നെ അത് ഒന്നുകൂടി അതിൽ ആ ഖുശൂ കിട്ടാൻ നല്ലത്. അതിനിടയിൽ എന്തെങ്കിലും ഒരു കോള് വന്ന് സൈലന്റ് ആണെങ്കിൽ തന്നെ അത് ആ സൗണ്ട് വന്നാൽ തന്നെ നമ്മുടെ നിസ്കാരത്തിൽ ശ്രദ്ധ പോയി. പിന്നെ ആരാണെന്ന് അറിയാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും, ആരെ വിളിച്ചതെന്നുള്ള മൈൻഡൊക്കെ മാറും. അപ്പം അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ഇബാദത്ത് കുറച്ചും കൂടി തഖ്വയുള്ളതും ഖുശൂ ഉള്ളതും ഒക്കെ ആക്കി മാറ്റാൻ കഴിയും. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയാണ്. എല്ലാവരും അത് ശ്രദ്ധിക്കാറുണ്ട്. എന്നാലും നമ്മളത് ഒന്നുകൂടി അത് പരിശീലിക്കുന്നത് നന്നാവും എന്ന നിലക്ക് ഓർമ്മിപ്പിച്ചതാണ്. ഈ രണ്ട് കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മുടെ പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ചെറുതും വലുതുമായ എല്ലാ വിട്ടുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുവീഴ്ച ചെയ്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, നമ്മുടെ മഹല്ലിലെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ഇണകൾ, സഹോദരങ്ങൾ, മാതാപിതാക്കൾ, നമ്മളെ സഹായിച്ചവരും സ്നേഹിച്ചവരുമായ
പ്രിയപ്പെട്ടവർ അല്ലാഹുവേ, എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാരകമായ രോഗങ്ങൾ, മാറാരോഗങ്ങൾ, പകർച്ചവ്യാധികൾ, വൈറസുകൾ, അതുപോലെ തന്നെ കഠിനമായ പരീക്ഷണങ്ങൾ, കണിശമായ വിചാരണ, കത്തിജ്വലിക്കുന്ന നരകം, എല്ലാത്തിൽ നിന്നും റഹ്മാനായ നാഥ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. നിന്റെ സ്വർഗ്ഗ പൂങ്കാവനത്തിൽ ഞങ്ങളെയൊക്കെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണ റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാനസികമായി വിഷമിക്കുന്നവരുണ്ട്, ശാരീരികമായി പ്രയാസപ്പെടുന്നവരുണ്ട്, സാമ്പത്തികമായി സങ്കടം പറയുന്നവരുണ്ട്, പ്രത്യേകമായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, വീടുകളിലും ആശുപത്രികളിലുമൊക്കെ രോഗം ബാധിച്ച് വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണ റഹ്മാനെ. എല്ലാവർക്കും ആഫിയത്തും തൗഫീഖും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മനസ്സിന് ഈമാനും ശക്തിയും കരുത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. സ്വസ്ഥതയും സമാധാനവും നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ.